ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ട് കുറച്ച് ഡിലേ ആയി വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു പരീക്ഷണമാണ്, അതിലേക്ക് പോകാം. ഒരു വൈറൽ ഫ്ലവർ ഓംലേറ്റ് എന്നും പറഞ്ഞിട്ടൊരു പിസ്സയിലെ ഒരു ഫ്ലവർ ഷേപ്പ് കണ്ട്, അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തതാണ്. കണ്ടതൊന്നും കിട്ടിയത് വേറൊന്നാണ്. അപ്പോൾ ഓവനിലാണ് ഞാൻ ചെയ്തത്. അതെങ്ങനെയാണെന്ന് പറയാം. ഒരു പ്ലേറ്റിലേക്ക് അല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം 2 കോഴിമുട്ട ഞാൻ ഉണ്ണി പൊട്ടാതെ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ളത് ദിൽ ലീവ്സാണ്, അതുകൊണ്ട് മല്ലിയിലക്ക് പകരം ഞാൻ ആ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറി ടൊമാറ്റോ നടുകെ മുറിച്ചിട്ട് അത് നമുക്ക് ലീഫിന് പകരം ഇതളിന് പകരം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് മുകളിലായിട്ട് ഉപ്പും കുരുമുളകും കൂടെ തൂവിക്കൊടുക്കാം. ഈ ഓവനിൽ വേവിച്ചെടുക്കുമ്പോൾ ഇത് അടച്ച് വെക്കണം. അതുകൊണ്ട് മറ്റൊരു പ്ലേറ്റ് കൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹാഫ് വേവ് മതി എന്നുണ്ടെങ്കിൽ 1.5 മിനിറ്റ് മതിയാകും കേട്ടോ. അപ്പോൾ പുറത്തെടുത്തതിന് ശേഷം ഞാൻ വേവ് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം. കണ്ടാൽ ഒരു ഹാഫ് വേവ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫുൾ വേവായിട്ട് കോഴിമുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഫോട്ടോയിൽ കണ്ട പോലെയല്ല. നമ്മൾ വെച്ച് ചെറിയ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ട്, മാഷായി പോയിട്ടുണ്ട്. പക്ഷേ ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ നല്ല വൃത്തിക്ക് കിട്ടേണ്ടതാണ്. അതിനകത്ത് ലീഫെല്ലാം കുറച്ചുകൂടെ നല്ല ഗ്രീൻ നിറമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വെച്ചത് 2 മിനിറ്റിൽ നന്നായിട്ട് വേവായിട്ട് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു രാത്രിയൊക്കെ അല്ലെങ്കിൽ ചില ദിവസമൊക്കെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഓംലേറ്റ് ബുൾസൈ മാത്രം കഴിക്കുന്ന പോലെയല്ല, ഈ ടൊമാറ്റോ കൂടി അതിനൊപ്പം കഴിക്കുമ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഓയിലുള്ളവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈ പാനിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് നോക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.